വളരെ നീചമായിട്ടാണ് എന്നെ അവർ കൈകാര്യം ചെയ്തത് പോലീസ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അതുവരെ 19 വയസ്സ് അല്ലെങ്കിൽ 18 വയസ്സ് ഞാൻ കേൾക്കാത്ത അത്ര എന്താ പറയുക വൃത്തികെട്ട തെറിവാക്കുകളും ഒക്കെ കേട്ടിട്ടുള്ളത് പോലീസിൻ്റെ അടുത്ത്. ഞാൻ ഗർഭിണിയാണെന്ന് പാർട്ടി സർക്കിൾസിലൊക്കെ അവർ പ്രചരിപ്പിച്ചു. ഞാൻ 10-40 ആണുങ്ങളെ കൂടെ പോയതല്ലേ, എന്തായാലും ഞാൻ ഗർഭിണിയാവും എന്നുള്ളതാണ് എല്ലാവർക്കും കൂടി കിടക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ. വാർഡന്മാരുടെ റൂമുണ്ട്, അതിന് തൊട്ടടുത്ത റൂം ഞാൻ. അവർക്ക് എപ്പോഴും കണ്ണ് വേണം. സാധാരണക്കാരായ തടവുകാരെ കൊണ്ടുവന്നിട്ട് വാർഡന്മാരെ അടിച്ചു, അതിൻ്റെ ഒച്ചയൊക്കെ ഞാൻ കേൾക്കും. അങ്ങനെ എങ്ങനെയാണ് മാനസികമായിട്ട് തളർത്തുക എന്നുള്ള രീതിയിലുള്ള എല്ലാ നടപടികളും അവിടെ ഉണ്ടായിരുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പേ എങ്ങനെയെങ്കിലും ജാമ്യത്തിലല്ല പുറത്തിറങ്ങാനൊക്കെ സാധ്യത ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അടിയന്തരാവസ്ഥ വന്നപ്പോൾ പിന്നെ അത് ഇല്ലാണ്ടായി. കാണുന്നില്ല, അച്ഛനെ കാണുന്നില്ല, മിസ്സിംഗ് ആണ്. അപ്പോൾ കൊന്നു കാണണം എന്നുള്ള രീതിയിൽ എൻ്റെ അമ്മ ഒരു പത്രവാർത്തയൊക്കെ കൊടുത്തിരുന്നു. അച്ഛൻ ഇല്ല എന്നുള്ളൊരിത്, അതിൻ്റെ ഇടയ്ക്ക് മാവോ മരിച്ചു എന്നുള്ളത് ഇതൊരു വല്ലാത്ത ഷോക്കായിരുന്നു. എനിക്കൊരു തരം മാനസികമായിട്ടുള്ള പ്രശ്നം വരെ ആയി. ഏതാണ്ട് ഈ അടിയന്തരാവസ്ഥ തീരാവുന്ന ഒരു ഘട്ടമെത്തിയപ്പോൾ വെറുതെ കരയും, വെറുതെ ചിരിക്കും. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും പിന്നെ ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ഇപ്പൊ ചേഗുവേരയുടെ സംഭവങ്ങൾ, ഇതൊക്കെ ആ ഘട്ടത്തിൽ ഒരു ലോകവിപ്ലവത്തിന്റെ ഒരു അന്തരീക്ഷം അക്കാലത്തുണ്ടായിരുന്നു. അതായത് ഭരണാധികാരികളെ ചോദ്യം ചെയ്യുക, അവരെ പിന്നെ സായുധമായിട്ട് കീഴടക്കുക, ഭരണം പിടിച്ചെടുക്കുക, അങ്ങനെയുള്ള പല രാജ്യങ്ങളിലും ഒക്കെ നടന്നിരുന്നു. നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കുക, നമ്മളെ വീട്ടുകാർ അങ്ങോട്ട് കൊടുത്തിട്ട് ചെറുക്കനെ വാങ്ങുകയാണ്. എന്നിട്ട് നമ്മൾ വീണ്ടും അയാളെ വീട്ടിൽ പോയിട്ട് അയാളെ വീട്ടിൽ അടിമപ്പണി എടുക്കുകയാണ്. ഇതല്ലേ നമ്മുടെ നാട്ടിലെ സിസ്റ്റം. വിവാഹ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ വെറും കച്ചവട കരാറാണ് എന്ന് പറഞ്ഞാൽ ഏത് ജാതി മതത്തിലാണെങ്കിലും. ആത്മഹത്യകളും കൊലപാതകങ്ങളും നടക്കുന്നതിനേക്കാളും നല്ലത് ഡൈവോഴ്സ് അല്ലേ എന്നാണ് ഞാൻ ചോദിക്കുക. അന്ന് നടത്തിയതൊക്കെ ഒരു തെറ്റായ ഇതാണെന്നുള്ള എന്തെങ്കിലും പശ്ചാത്താപം ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഇല്ല, ഞാൻ ഒരിക്കലും പശ്ചാത്തലമില്ല. കാരണം നമ്മൾ സമരം ചെയ്യുക, പോരാടുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ഒരു എന്താ പറയുക മന്ത്രമായിട്ട് എടുത്തിരിക്കുന്നത്. പോരാടിയാൽ അതിൻ്റെ ഫലം ഉണ്ടാകും. ഏതാണ്ട് 17 വയസ്സിൽ തുടങ്ങിയതാണ് അജിത ചേച്ചിയുടെ ഒരു സാമൂഹ്യ രംഗത്തുള്ള പ്രവർത്തനങ്ങളും സമരവും ഒക്കെ തന്നെ. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഇപ്പം വാസുവേട്ടനൊക്കെ ആണെങ്കിൽ ഇപ്പോഴും നിരാഹാരമാണ്, അജിത ചേച്ചിയും സമരരംഗത്ത് തന്നെയാണ്. കാരണം പലതവണ തടവ് ശിക്ഷയൊക്കെ കിട്ടി ജയിലിലൊക്കെ കിടന്നിട്ടും നിങ്ങളൊന്നും ഒരു കാലത്തും അടങ്ങിയിരിക്കുന്നില്ല, എപ്പോഴും സമരരംഗത്ത് തന്നെയാണ്, പലതരത്തിലുള്ള പല രീതിയിലുള്ള സമരം തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ ഏറ്റവും തുടക്കം എന്ന് പറയുന്നത് ഇപ്പം തലശ്ശേരി പുൽപ്പള്ളി കലാപത്തിനൊക്കെ ശേഷമുള്ള ജയിൽവാസം, ആ സമയത്തുണ്ടായിട്ടുള്ള അടിയന്തരാവസ്ഥ, ആ അടിയന്തരാവസ്ഥയ്ക്ക് ഇപ്പം 50 വർഷമാവുകയാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രത്തിൽ അജിത ചേച്ചിയൊക്കെ കൂടി രേഖപ്പെടുത്തേണ്ട ഒരു സംഗതിയും കൂടിയാണ്. കാരണം ആ സമയത്താണ് ഏറ്റവും കൂടുതൽ പോലീസിൽ നിന്നുള്ള പീഡനം അനുഭവിച്ചതും. അടിയന്തരാവസ്ഥയുടെ ഏറ്റവും ഇതായിട്ടുള്ള, അതായത് മിസ തടവുകാരായിട്ട് കുറേ പേരുണ്ടായിരുന്നെങ്കിലും അതിന് മുമ്പ് തന്നെ തടവിലായിരുന്ന അജിത ചേച്ചിയുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ദുസ്സഹമായ ഒരു സമയം കൂടിയായിരുന്നു അത്. അടിയന്തരാവസ്ഥ കാലത്ത് എങ്ങനെയാണ് അജിത ചേച്ചി ഇപ്പം നോക്കുന്നത്? അടിയന്തരാവസ്ഥ ഒരു ജയിലിൽ പോലും ഒരു ഇരുളടഞ്ഞ കാലം തന്നെ ആയിരുന്നു. ഒന്ന് എനിക്ക് ഇതിന് മുമ്പ്, അതായത് ഞാൻ 1968 ഡിസംബറിലാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതിനുശേഷം ഏപ്രിലോ മറ്റോ എനിക്ക് ജാമ്യം കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് 1 വർഷത്തോളം ജാമ്യത്തിലുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും എൻ്റെ ജാമ്യം ക്യാൻസൽ ചെയ്തിട്ട്, ഞാൻ ക്യാൻസൽ ചെയ്തതല്ല, കോടതി ക്യാൻസൽ ചെയ്തിട്ട് എന്നെ ജയിലിൽ കൊണ്ടുപോയി. ബാക്കി കാലഘട്ടം ഇപ്പം 1977 ഞാൻ വിട്ടയക്കപ്പെടുന്നത്. അതുവരെ ജയിലിൽ തന്നെയാണ്, പല ജയിലുകളിലും. കോഴിക്കോട് നിന്ന് നേരെ കണ്ണൂർ വന്നു, കണ്ണൂരിൽ നിന്ന് പിന്നെ പൂജപ്പുര സെൻട്രൽ ജയിൽ. അതൊരു ശിക്ഷാ നടപടി, പണിഷ്മെന്റ് ട്രാൻസ്ഫർ തന്നെയായിരുന്നു. ആ രീതിയിലാണ്. കാരണം പൂജപ്പുരയിൽ ഞാൻ വരേണ്ട യാതൊരു കാര്യമില്ല. കാരണം അങ്ങനെ കോഴിക്കോട് നിന്ന് അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്ന് ഒക്കെ നടന്നിട്ടുള്ള സംഭവങ്ങളിലെ പ്രതികളെയൊക്കെ ഇവിടെയാണ് ചെയ്യുക. അപ്പം ആ രീതിയിൽ ഒരു ശിക്ഷ, ഒരു ഏകാന്തവാസം തന്നെയായിരുന്നു തിരുവനന്തപുരം സെൻട്രൽ പ്രിസണിൽ.
സ്ത്രീകളുടെ വാർഡിൽ തന്നെ. അങ്ങനെ ഈ അടിയന്തരാവസ്ഥ കാലഘട്ടം ഇങ്ങനെ ബിൽഡപ്പ് ചെയ്യുന്നത് നമ്മൾ അറിയുന്നുണ്ടായിരുന്നു. സെൻസർഷിപ്പ് ഒന്നും ഇല്ലല്ലോ ബിൽഡപ്പ് ചെയ്യുന്ന സമയത്ത്. ആദ്യം അല്ല, അടിയന്തരാവസ്ഥ കഴിഞ്ഞതിന് ശേഷമാണ്. പക്ഷെ സെൻസർഷിപ്പ് ഞങ്ങൾക്ക് എനിക്ക് കിട്ടുന്ന പത്രങ്ങളിൽ ചിലപ്പോ ഒക്കെ ഇങ്ങനെ കറുപ്പടിച്ച് വരും. ചിലപ്പോ അത് അടിയന്തരാവസ്ഥക്ക് മുമ്പേ ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു വെൽഫെയർ ഓഫീസർ ഉണ്ട്, അയാളാണ് അത് കറുപ്പടിക്കുക. അത് എന്താ കറുപ്പടിച്ചതെന്ന് നമുക്ക് അറിയൂല്ലല്ലോ. അപ്പം എന്നാലും അങ്ങനെ വ്യാപകമായിട്ടുള്ളൊരു ഇടപാടില്ലായിരുന്നു ആ കാര്യത്തിൽ, ഈ സെൻസർഷിപ്പിൽ. പിന്നെ കത്തുകളൊക്കെ കുറെ കഴിഞ്ഞിട്ടാ കിട്ടുക. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് ഒരു കത്തൊക്കെ എനിക്ക് കിട്ടുക. അച്ഛൻ്റെയും അമ്മയുടെയും കത്ത് കണ്ണൂർ ജയിലിൽ നിന്ന് ഇങ്ങോട്ട് വരും. അവിടുന്ന് 1 ആഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങോട്ട് വരിക. പിന്നെ ഇവിടുന്ന് 1 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് കിട്ടുക. അങ്ങനെയാണ് കത്തുകൾ പാസ് ചെയ്തിരുന്നത്. അതൊക്കെ ഞാൻ നോർമലായിട്ട് എടുത്തിരുന്ന ഒരു ഘട്ടമാണ് ആയി കഴിഞ്ഞു. കാരണം എനിക്ക് അങ്ങനെയൊക്കെ കിട്ടുള്ളൂ, എനിക്ക് അത്രേ സ്വാതന്ത്ര്യമുള്ളൂ, എനിക്കറിയാലോ. അപ്പൊ ഞാൻ എൻ്റെ സമയങ്ങൾ പിന്നെ ചെലവഴിച്ചിരുന്നത് മാർക്സിന്റെയും ലെനിന്റെയും മാവോയുടെയും ഒക്കെ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടാണ് എൻ്റെ ആത്മവീര്യം പിന്നെ നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. കാരണം ഒരാളായിട്ടും എനിക്ക് ബന്ധമില്ലല്ലോ. ഏകാന്ത തടവ് തന്നെയാണ്. കാരണം സ്ത്രീകൾ ആരും ഉണ്ടായിരുന്നില്ല, അമ്മയാണ് ഉണ്ടായിരുന്നത്. അമ്മ കോടതി വിട്ടയച്ചു. അപ്പൊ പിന്നെ അതിന്റെ മുന്നേ തന്നെ പലപ്പോഴും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ചൈന വാർ, ചൈന അല്ല പാകിസ്ഥാനായിട്ട് 72 ഒരു യുദ്ധം ഉണ്ടായി, ബംഗ്ലാദേശ് യുദ്ധം. ആ സമയത്ത് അച്ഛനെയും അമ്മേനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവരിടക്കിടക്ക് ഇങ്ങനെ വന്നു പോകുന്ന കൂട്ടരാ. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, ഈ അടിയന്തരാവസ്ഥ എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചതല്ല. ഇന്ത്യൻ ജനാധിപത്യത്തെ ഇങ്ങനെ അങ്ങോട്ട് പിന്നെ വളരെ എന്താ അധികാരത്തിന്റെ തലക്കനം ഇന്ദിരാഗാന്ധിയുടെ തലയിൽ വന്നിട്ട് അത് പിന്നെ ഇങ്ങനെ ഉപയോഗിക്കും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചല്ല. പക്ഷേ നമ്മളിപ്പോൾ ചരിത്രം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം അവർക്ക് പിന്നെ ഭരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അന്നേരമാണ് അവർ ഈ അടിയന്തരാവസ്ഥ കോടതി വിധിയോടുകൂടി. കോടതി വിധി പിന്നെയാണ് വരുന്നത്. അല്ല, അവരുടെ പിന്നെ കോടതി വിധിക്ക് ശേഷമാണല്ലോ അവര് പിന്നെ അടിയന്തരാവസ്ഥയിലേക്ക് നീങ്ങുന്നത്. അടിയന്തരാവസ്ഥയിലേക്ക് ഇപ്പൊ ജയപ്രകാശ് നാരായണന്റെ മൂവ്മെന്റ് ഉണ്ടായിരുന്നു. വേറെ പിന്നെ നക്സലൈറ്റ് മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ഇന്ത്യ മുഴുവനും ഉണ്ടായിരുന്നു. കേരളത്തിൽ മാത്രമല്ല, ബംഗാളിലൊക്കെ കൊലപാതകങ്ങളായിരുന്നു. ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആന്ധ്രയില്, ഒറീസയില്, ബീഹാറില് ഏറ്റുമുട്ടൽ കൊലപാതകം എന്നുള്ളത് ഒരു സാധാരണ പ്രക്രിയയായിരുന്നു ആ സ്റ്റേറ്റുകളിലൊക്കെ. പക്ഷെ കേരളത്തിൽ അത് വർഗീസിന്റെ കാര്യത്തിൽ മാത്രമാണ് കാര്യമായിട്ട് നടന്നത്. പിന്നീട് അത് നടത്താൻ അവർക്ക് പിന്നീടുള്ള രാജന്റെ കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് CPM-നോട് എതിർത്തുകൊണ്ട് തന്നെയാണ് നക്സലൈറ്റ് മൂവ്മെന്റ് വളർന്നത്. സായുധ സമരത്തിന്റെ പാതയാണ് ശരി എന്ന് വിശ്വസിച്ചുകൊണ്ടും അതിനുവേണ്ടി ഇപ്പം മാവോയുടെ പാത, ചൈനീസ് വിപ്ലവത്തിന്റെ പാത, കാർഷിക വിപ്ലവം, അത് സായുധ വിപ്ലവം ആയിരിക്കണം എന്നുള്ള രീതിയിലൊക്കെ പ്രത്യയശാസ്ത്രം കുടികുത്തി വാണിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഞങ്ങളുടെ മൂവ്മെന്റിലൊക്കെ. അപ്പൊ അതിനെതിരായിട്ട് തിരുത്തൽവാദ പാതയിലുള്ള CPM ഒക്കെ അതിന് പ്രത്യയശാസ്ത്രപരമായിട്ടും രാഷ്ട്രീയമായിട്ടും എതിർക്കുക എന്നുള്ളത് തന്നെയാണ് നസ്സൽ ബാരി മൂവ്മെന്റിന്റെ നിലപാട്, പൊതു നിലപാട്. പിന്നെ ഞങ്ങളുടെ ഇടയിൽ ഒരു കുറെ തർക്കങ്ങളും വിതർക്കങ്ങളും ഒക്കെ ഉണ്ട്. ചേച്ചി ഇതിലേക്ക് വരുന്നത് ശരിക്കും അച്ഛനായ കുന്നിക്കൽ നാരായണനും അമ്മ മന്ദാകിനിയും ഇതിന്റെ ആക്ടിവിസ്റ്റുകളായിരുന്നു. നക്സൽ ബാരിയുടെ ഒരു മുന്നണി പ്രവർത്തകരല്ലേ? എന്റെ അങ്ങനെ ആദ്യ ആക്ടിവിസ്റ്റ് ആയിരുന്നില്ല. അച്ഛനാണ്. അച്ഛന്റെ ഒരു 27ാം ഡിവിഷൻ പാർട്ടി CPM-ന്റെ ഒരു ഘടകം ഉണ്ടായിരുന്നു, അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്ന. അവിടെ നിന്നാണ് ട്രാൻസ്ലേഷൻ തുടങ്ങുന്നത്, മാവോ സാഹിത്യത്തിന്റെ ട്രാൻസ്ലേഷൻ. ഞാൻ ജയിലിലിരിക്കുമ്പം അടിയന്തരാവസ്ഥ വരുന്നതിനെ പറ്റിയിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു. അടിയന്തരാവസ്ഥ വന്നപ്പോൾ ശരിക്കും ഇനി എങ്ങനെ മുന്നോട്ട് ഈ നാട്ടിലെ ജനാധിപത്യം
ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരും അല്ല, അല്ല. അതേസമയം ജനാധിപത്യത്തെ ഉപയോഗിക്കുന്നുമുണ്ട്. അപ്പൊ ഇനി അത്ര പോലും പറയാൻ പറ്റാത്തൊരു, വാ തുറക്കാൻ പറ്റാത്തൊരു സാഹചര്യം. അപ്പം വിനോബ ഭാവയുടെ ഒരു കൊട്ടേഷൻ ഉണ്ടായിരുന്നല്ലോ, വാ അടയ്ക്കൂ പണിയെടുക്കൂ. വിനോബ ഭാവന്റെ ഒരു കൊട്ടേഷനായിട്ടാണ് അത് എല്ലായിടത്തും പ്രചരിച്ചത്. അടിയന്തരാവസ്ഥയുടെ ഒരു മുദ്രാവാക്യം അതായത് വാ അടക്കൂ പണിയെടുക്കൂ. അപ്പോൾ ആ രീതിയിലാണ് തുടക്കത്തിൽ എനിക്ക് വന്നിരുന്ന പത്രങ്ങൾ ഇംഗ്ലീഷ് ടൈംസ് ഓഫ് ഇന്ത്യയും ഇന്ത്യൻ എക്സ്പ്രസ് വന്നിരുന്നത്. അതിൽ എൻ്റെ എഡിറ്റോറിയൽ തന്നെ കറപ്പടിച്ച് വന്നു. അങ്ങനെയാണ് അതിൻ്റെ അടിയന്തരാവസ്ഥയുടെ ഫീലിംഗ് ഞങ്ങൾക്ക് തുടങ്ങുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാരെ കാണാൻ സമ്മതിക്കില്ല. എൻ്റെ അമ്മ പുറത്തുള്ള സമയത്ത് എന്നെ കാണാൻ വരികയൊക്കെ ചെയ്യുമായിരുന്നു ജയിലില്, പൂജപ്പുര. പക്ഷേ അടിയന്തരാവസ്ഥ കാലത്ത് അമ്മനെ അച്ഛനെ അറസ്റ്റ് ചെയ്തു, ജയിലിലിട്ടു. പിന്നെ എൻ്റെ പാപ്പനുണ്ടായിരുന്നു, അച്ഛൻ്റെ അനിയൻ പുന്നിക്കൽ പുരുഷോത്തമൻ. അദ്ദേഹം ശരിക്കും ഞങ്ങൾക്കെതിരായിട്ട് തലശ്ശേരി ഉരുപ്പള്ളി കേസിൽ സാക്ഷി പറഞ്ഞ ആളാണ് പണ്ട്. പക്ഷെ കോടതിയിൽ വന്നിട്ട് അയാൾ മാറ്റി പറഞ്ഞു, അത് പോലീസ് നിർബന്ധിച്ച് പറയിച്ചാണെന്ന് പറഞ്ഞിട്ട് മാറ്റി പറഞ്ഞു. ആ മനുഷ്യരെന്നെ കാണാൻ വന്നു. ഇവരുടെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ 3-4 കൊല്ലം ജയിലിൽ കഴിഞ്ഞതുകൊണ്ട് എനിക്കൊന്ന് ജോലി ചെയ്യണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ഞാൻ വെച്ചു. അവിടെ നെയ്ത്ത് ഉണ്ടായിരുന്നു, വിമൻസ് വാർഡിൽ നെയ്ത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് നെയ്യണം, എനിക്ക് ജോലി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപേക്ഷ വെച്ചപ്പോൾ അവർ 2ാമത്തെ 3ാമത്തെ പ്രാവശ്യം അത് സമ്മതിച്ചു. ഞാൻ നെയ്ത്തിനൊക്കെ പോയി തുടങ്ങി. അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പേ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങാൻ, ജാമ്യത്തിലല്ല പുറത്തിറങ്ങാനൊക്കെ സാധ്യത ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അടിയന്തരാവസ്ഥ വന്നപ്പോൾ പിന്നെ അത് ഇല്ലാണ്ടായി. പിന്നെ അത് മാത്രമല്ല, ഈ എൻ്റെ വിളയച്ചൻ വരാനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, അച്ഛൻ ജയിലിലല്ല കേട്ടോ. അപ്പോൾ അച്ഛനെ പോലീസുകാർ കൊന്നു എന്ന് പറഞ്ഞിട്ട് അമ്മ പിടിച്ച് കാണുന്നില്ല, അച്ഛനെ കാണുന്നില്ല, മിസ്സിങ് ആണ്. അപ്പോൾ കൊന്നു കാണണം എന്നുള്ള രീതിയിൽ എൻ്റെ അമ്മ ഒരു പത്രവാർത്തയൊക്കെ കൊടുത്തിരുന്നു. അത് ആക്ച്വലി അവരുടെ ഒരു കളിയായിരുന്നു. അത് ഞാൻ അറിയുന്നില്ലല്ലോ. ഞാനും അത് ശരിക്കും വിശ്വസിച്ചിട്ട് അച്ഛൻ ഇല്ലേ എന്നുള്ളൊരു ഇതായിപ്പോയി. അപ്പം അച്ഛനും കൂടി ഇല്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ള ആ ഒരു എല്ലാം കൊണ്ടൊരു നിരാശാബോധം മനസ്സിനകട്ടാണ്. അപ്പം ഈ പിന്നെ നെയ്ത്ത് ഞാൻ ചെയ്യുന്നുണ്ട്. നെയ്ത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ അങ്ങനെ ആകെ ക്ഷീണിച്ച് ഇവിടെയൊക്കെ കുഴി പോലെയായി, കണ്ണൊക്കെ അങ്ങനെയായി, എന്തോ ഒരു വല്ലാത്തൊരു രൂപമായി ആകെ ഇതായിട്ട്. അപ്പം അതായത് യഥാർത്ഥത്തിൽ എൻ്റെ ശരീരത്തിൻ്റെ തളർച്ചയായിരുന്നില്ല, അത് മാനസിക തളർച്ച എൻ്റെ ശരീരത്തിനെ ബാധിച്ചതാണ്. ഞാൻ വായിക്കൊക്കെ ചെയ്യുമായിരുന്നെങ്കിലും ഇതിനി എങ്ങനെ, ഞാൻ ഒരിക്കലും പുറത്തു പോകാൻ പോകുന്നില്ല, ഇപ്പൊ ഇവിടെ നിന്ന് തന്നെ എല്ലാം കഴിയാൻ പോവാണെന്നുള്ള ആ ഒരു ഫീലിങ്ങും, അച്ഛനില്ല ഇവരെന്നെ പറഞ്ഞു പറ്റിക്കുകയാണ്, അമ്മയും പാപ്പനും എന്നെ പറഞ്ഞു പറ്റിക്കുകയാണെന്നുള്ള രീതിയിലാണ് ഞാൻ കരുതുന്നത്. അപ്പം ജയിലിലെ വെൽഫെയർ ഓഫീസർ വന്ന് പറയണ്ടേ, അത് വെറുതെ കേട്ടോ, അച്ഛനൊരു പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അയാള്. പക്ഷെ അതും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ അച്ഛൻ്റെ കാര്യത്തിൽ അങ്ങനെ എൻ്റെ ജയിൽവാസം ഇനി ഒരിക്കലും തീരാൻ പോകുന്നില്ല, ഞാൻ ജയിലിൽ തന്നെ ആയിരിക്കും എല്ലാ കാലാകാലം എന്നുള്ളൊരു ഫീലിങ്. അത് പിന്നെ മൂമെന്റ്സിലുള്ള ആരുമായിട്ടും ബന്ധം കിട്ടുന്നില്ല. അച്ഛനും അമ്മയും കത്ത് എഴുതിക്കൊണ്ടിരുന്നത്, അതിങ്ങനെയെങ്കിലും കിട്ടിക്കൊണ്ടിരുന്നത്, അത് 6 മാസത്തോളമൊന്നും കത്ത് കിട്ടിയിട്ടേ ഇല്ല. അപ്പോൾ എന്താണ് എന്നെ പിടിച്ചു നിർത്തുന്നത് എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അമ്മ കൊണ്ടു കൊടുത്ത പുസ്തകങ്ങൾ. പക്ഷെ തിരുവനന്തപുരം ജയിലിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. അവര് മാവോ സാഹിത്യം അങ്ങനെ തന്നിട്ടില്ല, അവര് മാർക്സ്, ലെനിൻ. അപ്പൊ അപ്പോഴാണ് അവിടുന്ന് ശരിക്കും ഞാൻ മാർക്സിന്റെ ക്യാപിറ്റലും എംഗൽസിന്റെ ബുക്കൊക്കെ ശരിക്കും വായിച്ചത്. അപ്പം ഈ പുസ്തകം പോലും വായിക്കാനുള്ളൊരു മൂഡില്ലാണ്ടായി. എനിക്കൊരു തരം മാനസികമായിട്ടുള്ള പ്രശ്നം വരെ ആയി. ഏതാണ്ട് ഈ അടിയന്തരാവസ്ഥ തീരാവുന്ന ഒരു ഘട്ടം എത്തിയപ്പോ വെറുതെ കരയും, വെറുതെ ചിരിക്കും. അങ്ങനെയുള്ളൊരു എൻ്റെ റൂമിലിരുന്നിട്ട്
അപ്പം ഒരു വാർഡന്മാർ, ഒരു ചെറുപ്പക്കാരി വാർഡുണ്ടായിരുന്നു. അവര് എന്താ അങ്ങനെ ഇതാ ഇങ്ങനെ, വാർഡിലൊറ്റക്കല്ലേ? വാർഡല്ല, റൂമാ. വാർഡന്മാരുടെ റൂമുണ്ട്, അതിന് തൊട്ടടുത്ത റൂം ഞാൻ. അവർക്ക് എപ്പോഴും കണ്ണ് വേണം എന്നുള്ള അതിൽ ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിന്റെ പുറകിൽ വെച്ചിട്ട് സാധാരണക്കാരായ തടവുകാരെ കൊണ്ടുവന്നിട്ട് വാർഡന്മാരെ അടിക്കും. അതിന്റെ ഒച്ചയൊക്കെ ഞാൻ കേൾക്കും. അങ്ങനെ എങ്ങനെയാണ് മാനസികമായിട്ട് തളർത്തുക എന്നുള്ള രീതിയിലുള്ള എല്ലാ നടപടികളും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ ശരീരത്തിനെ ബാധിക്കുകയും പിന്നെ മാനസികമായിട്ട് ഒരു കൺട്രോളില്ലാത്ത രീതിയിൽ കരച്ചിലും നിരാശാബോധം, അങ്ങനെ കറുത്ത് ഇവിടെയൊക്കെ അങ്ങനെ ഒരു രൂപത്തിലായി ഞാൻ. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് അടിയന്തരാവസ്ഥ തീരുന്നത്. അതിന് മുമ്പൊരു ഒരു അനുഭവം എഴുതിയിട്ടുണ്ട്. കാരണം ഈ അടിയന്തരാവസ്ഥ കാലത്താണ് മാവോസേത്തും മരിക്കുന്നത്. അപ്പൊ അതുണ്ടാക്കിയ ഒരു ഷോക്കിനെ പറ്റി പറയുന്നത് അതാണ്. അച്ഛൻ ഇല്ല എന്നുള്ളൊരിത്, അതിൻ്റെ ഇടയ്ക്ക് മാവോ മരിച്ചു എന്നുള്ളതും അതൊരു വല്ലാത്ത ഷോക്കായിരുന്നു. അത് എന്ന് വെച്ചാല് നമ്മളെ നക്സൽബാരി മൂവ്മെന്റ്, ഇപ്പൊ മാവോ ആണ് നമ്മുടെ ചെയർമാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഞങ്ങള് പറഞ്ഞില്ലായിരുന്നെങ്കിലും ഒരു തരം ഒരു ഗോഡ്ലി ദൈവത്തിനെ പോലെ കണ്ടിരുന്ന, അതായത് അദ്ദേഹത്തിന്റെ സാഹിത്യം കുറേ വായിച്ചിട്ടുണ്ട് ഞാൻ. ചെറുതും വലുതായിട്ടുള്ള മിലിറ്ററി റൈറ്റിങ്സും അതൊക്കെ വായിച്ചിട്ടുണ്ട്. പിന്നെ സാംസ്കാരിക വിപ്ലവ കാലത്തായിട്ടുള്ള ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ, അതിൽ സ്റ്റുഡൻസിന്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, കുറേ എന്താ പറയാ, ആ സമയത്ത് മാവോസത്തുങ്ങിന്റെ റോളിൽ കുറേ പിന്നെ അനീതികൾ ഉണ്ടായി എന്നുള്ളത് പിന്നീടാണല്ലോ പുറത്തു വരുന്നത്. അപ്പോൾ ഗാങ് ഓഫ് ഫോറിന്റെ കാര്യങ്ങളൊക്കെ പിന്നീടാണ് പുറത്തു വരുന്നത്. അപ്പം അത് ഒന്നും നമ്മളെ അപ്പോൾ ബാധിക്കുന്നില്ല. അന്നേരം വിപ്ലവത്തിന്റെ ഉച്ചയായ, അതായത് ലോക വിപ്ലവത്തിന്റെ കാലഘട്ടമാണെന്നാണ് ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നത്. ഇത് ചൈനയിൽ മാത്രമല്ല, ആ ഘട്ടത്തിൽ പാലസ്തീനില്, പിന്നെ വിയറ്റ്നാമില്, അങ്ങനെ അതായത് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും പിന്നെ ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ പല രാജ്യങ്ങളിലും ഇപ്പൊ ചേഗുവേരയുടെ സംഭവങ്ങൾ, ഇതൊക്കെ ആ ഘട്ടത്തില് ഒരു ലോക വിപ്ലവത്തിന്റെ ഒരു അന്തരീക്ഷം അക്കാലത്ത് ഉണ്ടായിരുന്നു. അത് അതായത് ഭരണാധികാരികളെ ചോദ്യം ചെയ്യുക, അവരെ പിന്നെ സായുധമായിട്ട് കീഴടക്കുക, ഭരണം പിടിച്ചെടുക്കുക, അങ്ങനെയുള്ള കുറെ പല രാജ്യങ്ങളിലും ഒക്കെ നടന്നിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇതൊക്കെ നമുക്ക് ആവേശം തരുന്ന സംഭവങ്ങളായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ നക്സൽബാരി ആവേശം തന്നു. പിന്നെ ഇന്ത്യൻ ചക്രവാളത്തിൽ വസന്തത്തിന്റെ ഇടിമുഴക്കം എന്ന് പറഞ്ഞ ബെയ്ജിങ്ങിൽ അന്ന് പീക്കിംഗ് റേഡിയോന്റെ അനൗൺസ്മെന്റ്, അതില ഒരു വിവരണം. പക്ഷെ അത് എഡിറ്റോറിയലാ. പീപ്പിൾസ് ഡെയിലി എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഇവിടുത്തെ ദേശാഭിമാനി വാരി പാർട്ടിയുടെ മുഖപത്രത്തിന്റെ എഡിറ്റോറിയലായിരുന്നു അത്. അതൊക്കെ എന്ന് പറഞ്ഞാല് നമുക്ക് അങ്ങേയറ്റം ഉണ്ടാക്കിയിട്ടുള്ള, ഉണർവുണ്ടാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ വിപ്ലവത്തോട് ആഭിമുഖ്യം ഉണ്ടാക്കിയിട്ടുള്ള പിന്നെ ലേഖനങ്ങളൊക്കെയാണ്. അപ്പൊ മാവോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു സിമ്പിളായിരുന്ന ഒരു മാതൃകയായിരുന്നു. മാവോ പോയി, മായം കൂടി ഇല്ല ഇപ്പൊ ലോകത്ത് എന്നുള്ളൊരു വന്നു. അതെല്ലാം കൂടിയാണ് മനസ്സിനെ ബാധിക്കുന്നത്. അപ്പൊ അതാണ് അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെടുന്നതിന്റെ തൊട്ട് മുമ്പ് എൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു, ശാരീരികവും മാനസികവുമായിട്ട്. ഒരു പക്ഷെ അതങ്ങനെ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ അങ്ങനെ തന്നെ അങ്ങോട്ട് പോകുമായിരുന്നു ഞാൻ. അന്ന് എത്ര വയസ്സാണ്? പിന്നെ അന്ന് അടിയന്തരാവസ്ഥ 77 അല്ലേ? 27 വയസ്സ് കഴിഞ്ഞ് 28ാമത്തെ വയസ്സിലേക്ക് കടക്കുക. അങ്ങനെ അപ്പോഴാണ് അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെടുന്നത്. അതോടുകൂടി മൊറാർജി ദേശാന്റെ ഗവൺമെന്റ് വരിക, ഇങ്ങനത്തെ മറ്റു കാര്യങ്ങളൊക്കെ നടന്നല്ലോ. ആദ്യമായിട്ട് അച്ഛൻ വരുന്നു എന്നുള്ള വിവരങ്ങൾ അമ്മ പറഞ്ഞു. അമ്മയും അച്ഛനും കൂടി വരുന്നുണ്ട്. അതോടുകൂടി പിന്നെ ഞാൻ പഴയ അജി തന്നെയായി. ഈ പിന്നെ നമ്മളിപ്പം മാവോനെ പറ്റി പറഞ്ഞല്ലോ, എനിക്ക് ഈ ഓർമ്മക്കുറിപ്പുകളൊക്കെ വായിക്കുമ്പം തോന്നിയിട്ടുള്ളൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, അജിതേച്ചിയുടെ ഒരു രാഷ്ട്രീയം രൂപീകരിക്കുന്നതിൽ കുന്നിക്കൽ നാരായണനും മന്ദാകിനിയും, അതായത് അച്ഛനും അമ്മയും
വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. മാത്രമല്ല അത്രയും വലിയൊരു ബോണ്ടാണ് നിങ്ങൾ തമ്മിലുള്ളത്. അപ്പൊ അതെങ്ങനെയായിരുന്നു ആ രാഷ്ട്രീയ പഠന പ്രക്രിയ എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് ഇപ്പം അച്ഛനമ്മ ഈ കാര്യങ്ങൾ അജിതേച്ചിയിലേക്ക് സന്നിവേശിപ്പിച്ചത് എങ്ങനെയാണ്? അത് പിന്നെ ഞാനതിൽ പറയുന്നുണ്ട്, ഒരു ബന്ദിന്റെ സമയത്ത് അച്ഛനെ അറസ്റ്റ് ചെയ്യുന്നതും അതിൽ അച്ഛൻ ജയിലിലായിരിക്കുമ്പം പ്രിവെന്റീവ് ആയിട്ടുള്ള അറസ്റ്റ് ആയിരുന്നു. അച്ഛന് മാത്രമല്ല കുറെ CPM കരുതൽ തടങ്കല് ബന്ദി കഴിഞ്ഞിട്ട് അവരെ ഒക്കെ വിട്ടയക്കുന്നുണ്ട്. പക്ഷെ അച്ഛനെ വിട്ടയക്കുന്നില്ല. അവർക്കൊക്കെ ജാമ്യം, പേഴ്സണൽ ജാമ്യമൊക്കെ എടുത്തിട്ട് പോകുന്ന ആൾക്കാർ. പക്ഷെ അച്ഛനെ മാത്രം ജാമ്യത്തിലെടുക്കാൻ ആരും ഉണ്ടായില്ല. CPM മറ്റുള്ളവരൊന്നും വന്നില്ല. അവരെ കൂടെ ഉള്ള നേരത്തെ പ്രവർത്തിച്ചിരുന്ന ആൾക്കാരൊന്നും അച്ഛനെ ജാമ്യത്തിലെടുക്കാൻ വന്നില്ല. അതെനിക്ക് ഭയങ്കര ഷോക്കായി. എൻ്റെ മരുമക്കളും അച്ഛൻ്റെ മരുമക്കള്, അച്ഛൻ്റെ ഏട്ടൻ്റെ മക്കള്, അവര് വീട്ടിൽ വെച്ചിട്ട് അച്ഛനെ പറ്റി കുറ്റം പറയുന്നതും ഒക്കെ ഞാൻ കേൾക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ. അപ്പൊ ഇത്രയും കാലം ഇവരെ നോക്കിയതും ഇവരെ ഇത്രയൊക്കെ ആക്കിയതും അച്ഛനാണ്. എന്നിട്ട് ആ അച്ഛനെ പറ്റി ഇപ്പം മാസിസ്റ്റാർ അങ്ങനെ ചെയ്യുമ്പോൾ അച്ഛനൊന്ന് ജാമ്യത്തിൽ എടുത്തു കൊണ്ടുവരാൻ പോലും ഇവർക്ക് കഴിയില്ല എന്നുള്ള. അപ്പൊ ആ മൂത്തേട്ടനൊന്നും അതിന് തയ്യാറായില്ല. ഞാൻ അച്ഛനെ പോയി ജയിലിൽ പോയി കാണുന്നൊക്കെ ഉണ്ട്. ഭയങ്കര കരച്ചിലപ്പോ കാര്യമൊന്നും വേണ്ട, എന്തിനാ കാര്യമെന്ന്, ഞാൻ പുറത്തു വരുന്ന ബേജാറാവണ്ടെന്നൊക്കെ പറയാം. അച്ഛൻ വിടുകയായിരുന്നു. അത് അവിടുന്നാണ് ഞാൻ രാഷ്ട്രീയമായിട്ട് ചിന്തിച്ച് തുടങ്ങിയത്. എനിക്കും രാഷ്ട്രീയത്തിൽ കാരണം അച്ഛൻ തന്നെയാണ് എൻ്റെ മാതൃക. അതന്ന് പഠിക്കുന്ന സമയത്ത് പിന്നെ ഇങ്ങനെ ഒരു അന്ന് വലിയൊരു സായുധ വിപ്ലവത്തിലേക്കാണല്ലോ ഇത് ചെറുത്ത് ചാടുന്നത്. കാരണം അത് വലിയ പിന്നീട് പ്രോസസ്സാണ്. അതെ. എന്നാലും പിന്നീട് ഇപ്പം നമ്മളിപ്പോൾ ഇത്രയും കാലത്തിന് ശേഷം ഇപ്പോൾ വിജയിച്ച് ആക്ടിവിസത്തിന്റെ മേഖലയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, അന്ന് നടത്തിയതൊക്കെ ഒരു തെറ്റായ ഇതാണെന്നുള്ള എന്തെങ്കിലും പശ്ചാത്താപം ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഇല്ല. ഞാൻ ഒരിക്കലും പശ്ചാത്തപിച്ചില്ല. ഇല്ല. എന്താന്ന് വെച്ചാല് എൻ്റെ ആ കാലഘട്ടത്തിൽ എന്നെ സാധാരണ പെൺകുട്ടിയിൽ നിന്നും ഒരു പിന്നെ ലോകത്തെ മറ്റൊരു തരത്തിൽ ഫേസ് ചെയ്യാനും ഡീൽ ചെയ്യാനും അല്ലെങ്കിൽ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, വിപ്ലവകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും കെൽപ്പുണ്ടാക്കിയത് ആ ഒരു പ്രക്രിയയാണ്. അതില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ അജിതയില്ല, ഉറപ്പാ. കാരണം സാധാരണ ഒരു വീട്ടമ്മയോ ഒരു ആയിട്ട് സ്ത്രീ ആയിട്ട് ഞാനങ്ങ് മരിച്ചു പോകും, അത്രേ ഉണ്ടാവുള്ളൂ. ഇന്നത്തെ അജിത ഉണ്ടായത് അന്നത്തെ ആ ബേസിക് അടിസ്ഥാനപരമായി എൻ്റെ മാനസിക നില മാറ്റിയ, ചിന്താഗതി മാറ്റിയ ഒരു പ്രവർത്തനമാണ് ആ കാലഘട്ടത്തിലൂടെ കടന്നുപോയത്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഇന്നിപ്പം ഞാൻ പിന്നെ ഗവൺമെൻറ്റിലെ പല കാര്യങ്ങളിലും ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോഴും നമ്മൾ ഭരണകൂടത്തിൻ്റെ ഇപ്പോൾ പോലീസായിട്ട് ഡീൽ ചെയ്യാൻ എനിക്ക് പേടിയൊന്നുമില്ല. സാധാരണക്കാർക്ക് പേടിയാണല്ലോ. എനിക്ക് ആ പേടി എന്നുള്ള സംഭവം ഇല്ല. നമ്മുടെ അന്നത്തെ ആ കാലഘട്ടത്തിൽ ഇപ്പം ഇതേച്ചി അറസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്തുള്ള ഫോട്ടോഗ്രാഫ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഭയങ്കരമായ ഒരു സ്ത്രീ കരുത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഇപ്പൊ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഒരു കൂട്ടത്തിന്റെ കൂടെയല്ല, ഇതേച്ചിനെ ഒറ്റയ്ക്കാക്കി അധികമായി പ്രദർശിപ്പിക്കുക. അപ്പൊ അതെങ്ങനെയാ? അതൊക്കെ പിന്നെ ഇതേച്ചി നോക്കുന്നുണ്ടാവില്ല ആ ഫോട്ടോസ് ഒക്കെ നോക്കുമ്പോൾ അന്ന് അതിനുള്ള ഒരു മാനസിക കരുത്ത് എന്താണ് ഈ പ്രത്യയശാസ്ത്രത്തിൽ തന്നെയാണോ വരുന്നത്? ഈ വളരെ നീചമായിട്ടാണ് എന്നെ അവർ കൈകാര്യം ചെയ്തത് പോലീസ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അതുവരെ 19 വയസ്സ് അല്ലെങ്കിൽ 18 വയസ്സ് അതുവരെ ഞാൻ കേൾക്കാത്ത അത്ര എന്താ പറയാ വൃത്തികെട്ട തെറിവാക്കുകളും ഒക്കെ കേട്ടിട്ടുള്ളത് പോലീസിന്റെ അടുത്താണ്. എനിക്ക് മനസ്സിലാവില്ല എന്താ ഇവർ പറയുന്നുള്ളത്. ഈ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെയാണ് ഓരോരുത്തരോട് ചോദിച്ചിട്ടൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അറിയുന്നത്. ഒരു ചുരുങ്ങിയ ഞാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം, ഞാൻ ഗർഭിണിയാണെന്ന് പാർട്ടി സർക്കിൾസിലൊക്കെ അവർ പ്രചരിപ്പിച്ചു. അപ്പോൾ പിന്നീട് അത് ഗർഭമൊന്നുമില്ല എന്ന് തെളിഞ്ഞപ്പോൾ പിന്നെ ഒരു കാര്യമൊന്നും ഉണ്ടാകാൻ കഴിയാൻ ഞാൻ 10-40 ആണുങ്ങളെ കൂടെ പോയതല്ലേ, എന്തായാലും ഞാൻ ഗർഭിണിയാവും എന്നുള്ളതാണ്. എല്ലാവർക്കും കൂടി കിടക്കുന്ന ഒരാള് എന്നുള്ള രീതിയിൽ അതൊക്കെ പൊളിക്കാൻ പറ്റി നമുക്ക്. അത് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല് നമ്മൾക്ക് എനിക്ക് ആ ഒരു അനുഭവം ഇന്നത്തെ അജിത പോലും അതിന്റെ പ്രോഡക്റ്റാണ്.
ഇപ്പൊ ഞാൻ ജനാധിപത്യപരമായ സമരങ്ങളിലാണ് ഏർപ്പെടുന്നത്, പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടുന്നത്. ഞാൻ ഇപ്പൊ സായുധ സമരത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുമില്ല. സായുധ സമരം ചെയ്യുന്നത് എത്രത്തോളം ഞാൻ എൻ്റെ രാഷ്ട്രീയമായ നിലപാടുകൾ മാറിയിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ എന്നാലും ആ കാലഘട്ടത്തിലെ എൻ്റെ ഇൻവോൾവ്മെന്റിനെ ഞാൻ നിഷേധിക്കില്ല, അത് തെറ്റാന്ന് പറയില്ല. കാരണം അതാണ് എൻ്റെ അടിത്തറ, ഇന്നത്തെ അടിത്തറ. ഇപ്പൊ 2 പാട്ടാ എൻ്റെ ജീവിതം. ഒന്ന് എന്താ പറയാ, സായുധ സമരത്തിന്റെ പാട്ട്, ഒന്ന് ഈ പാട്ട്. അന്ന് സ്വപ്നം കണ്ട് എന്തായാലും ഒരു വലിയ സ്വപ്നത്തിന് പിറകെ ഓടുകയായിരുന്നല്ലോ ജിതേച്ചി. കാരണം എന്തായാലും ഇങ്ങനെ ഒരു സംഭവം ഒരു സായുധ വിപ്ലവത്തിൽ കൂടിയാണെങ്കിലും ഒരു സാമൂഹിക മാറ്റം ഉണ്ടാവുമെന്നും ആ മാറ്റം എല്ലാവരെയും എന്താ പറയുക എല്ലാവർക്കും ഒരു സമത്വം ഉണ്ടാക്കും എന്നൊക്കെ പ്രതീക്ഷിച്ച ഒരു വലിയൊരു സമഗീതത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ജിതേച്ചി ആ പ്രസ്ഥാനത്തിലേക്ക് ചാടി പുറപ്പെടുന്നത്. പക്ഷെ അത് ഇന്നിപ്പം തിരിഞ്ഞു നോക്കുമ്പം അതിന് ആ തരത്തിലുള്ള മാറ്റങ്ങളൊന്നും, അതായത് ഒരു സാമൂഹിക നീതി എന്നുള്ളത് ആത്യന്തികമായിട്ട് കൈവന്നിട്ടില്ല. പക്ഷെ ഒരുപാട് സാമൂഹിക ബോധമുണ്ടായിട്ടുണ്ട്, മനുഷ്യാവകാശത്തിന്റെ ഒരുപാട് പ്രതികരണക്ഷമത കൂടിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പോലും ഞാൻ ചോദിക്കുന്നത് ഒരു നിരാശയുടെ ഒരു ഇതുണ്ടോ? കാരണം വെച്ചാൽ അന്ന് ഇത്രയും വർഷങ്ങളായി, ഇപ്പം അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ടു മുമ്പ് തന്നെ ജിതേച്ചി ആക്ടിവിസത്തിലുണ്ട്. അപ്പോൾ ഏതാണ്ട് ഒരു 60 വർഷത്തിന്റെ ഒക്കെ ഒരു രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോൾ നിരാശ എന്നുള്ളത് എനിക്ക് ഇപ്പം ഇല്ല. കാരണം നമ്മൾ സമരം ചെയ്യുക, പോരാടുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ ഒരു എന്താ പറയുക മന്ത്രമായിട്ട് എടുത്തിരിക്കുന്നത്. പോരാടിയാൽ അതിന്റെ ഫലം ഉണ്ടാകും. എന്ന് വെച്ചാൽ ഇപ്പം ഞാനിപ്പം വിമൻസ് മൂവ്മെന്റ്, ഫെമിനിസ്റ്റ് മൂവ്മെന്റിലാണ്. അതിലും കുറെ പ്രവർത്തനങ്ങൾ ഇപ്പം 32 കൊല്ലമായി അന്വേഷി നടത്തുന്നു. അതിന് മുമ്പേ ബോധന ഉണ്ടായിരുന്നു. ബോധനയും വളരെ വിപ്ലവകരമായ പല പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം ഉണ്ടായത് അന്വേഷി. ഇപ്പോൾ ഒരു തരം ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുണ്ട്. ഞങ്ങൾ ഗ്രാൻഡ് കിട്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു പ്രൊഫഷണൽ വർക്ക് പോലെ ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. പ്രൊഫഷണൽ വർക്കിന്റെ ആവശ്യം ഉണ്ടും താനും. ഈ പെട്ടുകാർക്കെതിരായിട്ടുള്ള സമരം അത്ര എളുപ്പത്തിൽ വെറുതെ ഒരു സമരം ചെയ്ത് അങ്ങനെ തീർക്കാൻ പറ്റുന്നില്ല. ഡേ ടു ഡേ വർക്ക് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ തീരുമാനത്തിൻ്റെയാണ് അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു നേട്ടം എന്ന് പറയുന്നത്, ഞങ്ങൾ 32 കൊല്ലം മുമ്പേ അന്വേഷി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ഒരു വിഷയമായിരുന്നില്ല. രാഷ്ട്രീയ പാർട്ടികൾക്കോ പൊതു മൂവ്മെന്റിനോ എന്താ പറയുക കുടുംബം അത് പ്രൈവറ്റ് അഫെയർ ആണ്. അതിൻ്റെ അകത്ത് നടക്കുന്ന സ്ത്രീ പുരുഷ സംഘർഷങ്ങൾ അത് കുടുംബത്തിനകത്ത് തന്നെ തീർക്കണം. അത് സ്ത്രീക്ക് കൂടുതൽ പീഡനം കിട്ടുന്നുണ്ടെങ്കിൽ, അവൾ മരിക്കുന്നുണ്ടെങ്കിൽ, ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൊലപാതകം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് അവളുടെ വിധി. പണ്ടത്തെ സിനിമകള് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, കമൽറാം കണ്ടുണ്ടോന്നും അറിയില്ല. കൺകണ്ട ദൈവമാണ് ഭർത്താവ്. അപ്പം ഭർത്താവ് എന്ത് ചെയ്താലും നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല, നമ്മളതനുസരിക്കുക. ഭാരതാംബ എന്താ ഭൂമിദേവിയെ പോലെ ക്ഷമയുള്ളവളായിരിക്കണം സ്ത്രീ എന്നാണ്. എന്തടി കിട്ടിയാലും മിണ്ടാതിരിക്കുക. ആ അവസ്ഥയൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ പെൺകുട്ടികൾ അങ്ങനെയൊന്നും അടികൊണ്ട് നിൽക്കൂല. സ്ത്രീധനത്തിന്റെ കാര്യം മാറിയിട്ടില്ല. സ്ത്രീധനം കൂടിക്കൂടി വരികയാണ്. സ്ത്രീധന സമ്പ്രദായമാണ് ഏറ്റവും വലിയ സാമൂഹ്യ വിപത്തായിട്ട് ഞാൻ കാണുന്നത്. അത് ഞാൻ പറയാം, ഞാൻ പെൺകുട്ടിയോട് പറയുന്നത്, നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കുക, നമ്മളെ വീട്ടുകാർ അങ്ങോട്ട് കൊടുത്തിട്ട് ചെറുക്കനെ വാങ്ങുകയാണ്. എന്നിട്ട് നമ്മൾ വീണ്ടും അയാളെ വീട്ടിൽ പോയിട്ട് അയാളെ വീട്ടിലെ അടിമപ്പണി എടുക്കുകയാണ്. ഇതല്ലേ നമ്മുടെ നാട്ടിലെ സിസ്റ്റം. വിവാഹ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ വെറും കച്ചവട കരാറാണ് എന്നാണ് ഞാൻ പറയുന്നത്, ഏത് ജാതി മതത്തിലാണെങ്കിലും. ആ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ കാണാൻ തുടങ്ങിയാൽ കുറെ വ്യത്യാസം വരും. ഇപ്പൊ പെൺകുട്ടികൾ ഞങ്ങൾ ജോലി കിട്ടിയിട്ട് മതി കല്യാണം എന്ന് പറഞ്ഞ് നിൽക്കുന്നതിന്റെ കാര്യം എന്താ? അവർക്കറിയാം അവിടെ പോയാൽ അവർക്ക് അടിമത്താന്ന്. കാരണം ജോലിക്ക് പോകാൻ പോലും സമ്മതിക്കൂല ഭർത്താക്കന്മാര്. അവർക്ക് വേണ്ടത് ഒരു അടിമേനയല്ലേ, ആ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അടിമേനയല്ലേ. ഇവരുടെ പൈസയൊക്കെ വാങ്ങി. എന്താ സംഭവം എന്ന് വെച്ചാല്, വിവാഹം കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ ഈ പൊരിനൊക്കെ പോയിട്ടുണ്ടാവും. ഇപ്പം ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നുള്ള സിനിമയിൽ കാണുന്നില്ലേ, ഒരാഴ്ചക്കുള്ളിൽ അത് താഴോട്ട് പൂട്ടിയത്. ആ കുട്ടി ഇറങ്ങി പോകുമ്പോൾ സാധനമില്ല അവളെ കയ്യില്. അത് യഥാർത്ഥത്തിൽ ഇതുവരെ പരമ്പരാഗത കൺസെപ്റ്റ് എന്താ വെച്ചാല്, സ്ത്രീധനം ആണിന്റെ അവകാശമാണ് എന്നാണ്. ആണിന് കൊടുക്കുന്ന പൈസയാണ്. ആണിന് പൈസയും കൊടുത്ത് നമ്മൾ അടിമത്തം ഏറ്റുവാങ്ങണം. അപ്പൊ ഡബിൾ അടിമത്തായി. കാരണം സാമ്പത്തിക അടിമത്തമായി,
കാരണം നമ്മൾ ഈ ബന്ധം വിട്ടു പോകുമ്പോൾ നമുക്ക് ഇതൊന്നും കൂടെ കിട്ടൂല. അതിന് എത്ര വില പേശണം, കിട്ടിയെങ്കിലായി ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള അവസ്ഥയിലാണ്. അതിനുമ്പോൾ നമുക്ക് ഒരു റൈറ്റില്ല സ്ത്രീകൾക്ക്. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇപ്പം പെൺകുട്ടികൾ മാറി വരുന്നുണ്ട്, സിസ്റ്റം മാറി വരുന്നുണ്ട്. ബേസിക്കലായിട്ട് മാറിയെന്ന് ഞാൻ പറയില്ല, കാരണം അതിന്റെ പേരിലാണല്ലോ ഇപ്പോൾ ഞങ്ങളുടെ കേരളത്തിൽ ഇപ്പം നമ്മൾ കുറച്ച് ആക്ടിവിസ്റ്റുകൾ ചേർന്നുകൊണ്ട് ഗാർഹികാതിക്രമ പ്രതിരോധ സമിതി ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഷൈനിയുടെ മരണം, ഷൈനിയും കുട്ടികളും മരിച്ചു, ജിസ്മോളും കുട്ടികളും മരിച്ചു, പിന്നെ വേറെ താരയും കുട്ടികളും മരിച്ചു. അപ്പൊ ഈ അർത്ഥത്തില് ഗാർഹിക പീഡനം കൂടി വരികയാണ്. റെസിസ്റ്റൻസ് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും അതെല്ലാ ഭാഗത്തും എത്തുന്നില്ല. എന്തുകൊണ്ട് ഇപ്പൊ ഷൈനിക്ക് അറിയായിരുന്നു കുറെ കാര്യങ്ങൾ, അതുപോലെ ജിസ്മോള് വക്കീല, ഹൈക്കോടതിയിലെ വക്കീല. എന്നിട്ട് എന്തുകൊണ്ട് ജിസ്മോൾ ഇത് ചെയ്തു എന്നുള്ളത് നമുക്കൊരു, അപ്പൊ അവിടെ മതമാണോ പ്ലേ ചെയ്തത്? ക്രിസ്തു മതത്തിലെ ചില ഭീകരമായ അവസ്ഥകൾ മാത്രമാണോ ഇഷ്യൂ? അതോ പുരുഷാധിപത്യ വ്യവസ്ഥിതിയുടെ ചില, അതായത് ആണുങ്ങളെ വീട്ടിൽ നിന്ന് പെൺകുട്ടികൾ സ്വന്തം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഒരു റൈറ്റും ഇല്ല. അപ്പൊ അത്തരം കുറെ ഇഷ്യൂസ് ഇനിയും സോർട്ട് ഔട്ട് ചെയ്യാനുണ്ട്, പഠിക്കാനല്ല ഫൈറ്റ് ചെയ്യാനുണ്ട്. എന്നാൽ ഈ ഫൈറ്റ് തുടരാനുള്ള ഒരവസ്ഥ ഇപ്പൊ ഉണ്ട്. ഇപ്പൊ പൊതുജനങ്ങൾ നമ്മളെ ഭ്രാന്തൻ നായ്ക്കളെ പോലെ കാണുന്നില്ല. നമ്മൾ പറഞ്ഞത് കുറെയൊക്കെ ശരിയാണെന്ന് വാക്കാലെങ്കിലും അംഗീകരിക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്. പോലീസാണെങ്കിലും അന്വേഷിക്കുന്ന ഒരു കേസ് വന്നാൽ റെസ്പെക്ട് ചെയ്യും. ഗവൺമെന്റ് ആണെങ്കിലും അന്വേഷിക്കുന്ന ഒരു വാക്ക് വന്നാൽ അതിലൊരു ഇതുണ്ടാവും, ഒരു സീരിയസ് ആയിട്ടുള്ള എടുക്കും അത്. കാരണം വനിതാ കമ്മീഷൻ ഉണ്ട്, ഇപ്പം വിമൻസ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഉണ്ട്, നിയമമുണ്ട്. ഇപ്പം ഈ നിയമങ്ങളൊക്കെ ഉണ്ടായ അതിന്റെ അത് നടപ്പിലാക്കുന്ന സംവിധാനങ്ങളൊക്കെയും കൊട്ടയാ. യഥാർത്ഥത്തിൽ നിയമങ്ങളൊക്കെ തരംഗം വെക്കപ്പെടുന്നുണ്ടെങ്കിലും ആ നിയമം ഉണ്ട് എന്നുള്ളത് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായി എന്നുള്ളതാണ്. ഈ അന്നത്തെ ഇപ്പം ജിതേച്ചിയുടെ ആ കാലഘട്ടത്തിൽ ആ ഒരു 17 വയസ്സിൽ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചൊരു പെൺകുട്ടി ഇന്നിപ്പോൾ ഉള്ള ധാരാളം പെൺകുട്ടികളായിട്ട് ബന്ധപ്പെടുന്ന ഒരാളാണ് ജിതേച്ചി. അപ്പോൾ എങ്ങനെയാണ് അവരുടെ ഒരു ക്യാരക്ടറിൽ, ആ രീതിയിൽ ഒരു രാഷ്ട്രീയ സ്വഭാവത്തിൽ വന്നിരിക്കുന്ന മാറ്റം എന്താണ്? ആ ദാർഢ്യം എത്രത്തോളം കൂടിയിട്ടുണ്ട്? ഈ പറഞ്ഞ മാറ്റങ്ങളൊക്കെ വന്നല്ലോ. അപ്പോൾ അതിനകത്ത് അവർ കുറച്ചും കൂടി സ്വാതന്ത്ര്യത്തോടു കൂടി, കുറച്ചും കൂടി ആ ഒരു ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ളൊരു അന്തരീക്ഷം രൂപപ്പെട്ടിട്ടുണ്ട് പലതരത്തിലുള്ള സാമൂഹിക വികാസങ്ങളുടെ ഭാഗമായിട്ട്. അതെങ്ങനെയാ അജിതേച്ചി സൂക്ഷ്മമായിട്ട് നോക്കിയിട്ടില്ലേ? ഞാൻ വളരെ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നത്. അത് പിന്നെ പൊതുവായിട്ട് പെൺകുട്ടികൾക്ക് ഞങ്ങൾക്ക് കുറെ റൈറ്റ്സ് ഉണ്ട്. ഇപ്പൊ പോക്സോ കേസ്, ചൈൽഡ് സെക്ഷൽ അബ്യൂസ്, അതൊരു കോമൺ സംഭവമായിരുന്നു. അത് ഇന്നത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ഒരുപാട് അനുഭവങ്ങൾ ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ക്രിമിനൽ കേസാണ്, കേസ് കൊടുക്കാൻ പറ്റും. അതിനെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നു, അതിന് ശിക്ഷ കിട്ടുന്നു. എത്ര കൊല്ലങ്ങളാണ് കിട്ടുന്നത്? ഇപ്പൊ ശിക്ഷയൊക്കെ 600 കൊല്ലമൊക്കെ കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഇത് ഒക്കെ ഒരു ക്രിമിനൽ, ഇത് തുറന്നു പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവാണ്. ഞങ്ങൾ പറയും ഫാമിലി കോടതിയിൽ ഡൈവോഴ്സ് റേറ്റ്സ് കൂടുന്നതിനെ പറ്റി. അയ്യോ അതിന് എന്നെ തട്ടി, അയ്യോ ഡൈവോഴ്സ് റേറ്റ്സ് കൂടുന്നതിന്റെ അർത്ഥം എന്താണ്? സ്ത്രീകളുടെ ആത്മഹത്യകൾ കുറയും, സ്ത്രീകളുടെ നേരെയുള്ള പീഡനങ്ങൾ കുറയും. കാരണം അവരത് പൊട്ടിച്ചു പോവുകയാണ്. എനിക്ക് ഈ റിലേഷൻഷിപ്പ് വേണ്ട, എനിക്ക് പീഡനാത്മകമായിട്ടുള്ള റിലേഷൻഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾ പോകുമ്പോൾ അത് പോസിറ്റീവായിട്ടല്ലേ കാണേണ്ടതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആത്മഹത്യകളും കൊലപാതകങ്ങളും നടക്കുന്നതിനേക്കാളും നല്ലത് ഡൈവോഴ്സ് അല്ലേ എന്നാണ് ഞാൻ ചോദിക്കുക. ആ രീതിയിൽ. അതുപോലെ തന്നെ പെൺകുട്ടികളുടെ ഇന്നത്തെ അവസ്ഥയും മാരേജ് എന്ന് പറഞ്ഞാൽ ഇപ്പം പെൺകുട്ടികളെ മാരേജിന് കിട്ടുന്നില്ല എന്നാണ് ഒരു വർത്താനം. പുരുഷന്മാര് അച്ഛനമ്മമാര് തീരുമാനിച്ചാലോ അതവിടെ നിൽക്കട്ടെ, എന്റെ കല്യാണല്ലേ ഞാൻ തീരുമാനിച്ചോളൂ എന്ന് പറയുന്ന കുട്ടികളുണ്ട് ഇപ്പോൾ. ഈ രാഷ്ട്രീയാവസ്ഥ അന്നത്തെ അടിയന്തരാവസ്ഥ പോലെ തന്നെ നമ്മളിപ്പം പറയുന്നുണ്ടല്ലോ, ഇപ്പം അജിതേച്ചിയും ഇപ്പം വാസുദേവനായാലും ഒക്കെ തന്നെ നിരന്തരം സമരരംഗത്താണല്ലോ. അപ്പൊ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയാവസ്ഥ ഒരു പ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഇല്ലാത്ത രീതിയിൽ തന്നെ അതുപോലെ തന്നെയാണ്. പ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് ഇപ്പം. ഹിന്ദുത്വ സവർണ ഹിന്ദുത്വ രാഷ്ട്രം, ഫാഷിസമാണ് ഇപ്പം ഓരോ ഇഞ്ചിലും നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഇപ്പം തന്നെ മറ്റേ ഗവർണർ ഒരു
മറ്റേ ഭാരതാംബേന്റെ അതെ, അതെ. ഇത് വെച്ചിട്ടുള്ള അതിനെ പറ്റിയുള്ള കോൺട്രവേഴ്സി, അത്രയൊക്കെ ചെയ്യാനുള്ള ധൈര്യമൊക്കെ ആയി ഇവർക്ക്. ഗുജറാത്തിൽ നിന്ന് ഇവിടെ എത്തി നമ്മൾ. ഈ അടിയന്തരാവസ്ഥയുടെ നമ്മളിപ്പോൾ പറഞ്ഞു വന്ന പോരാട്ടങ്ങളുടെ ഒരു പിൻവഴി എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പം അജിതേച്ചി ഇനിയും പ്രതീക്ഷിക്കുന്ന ഇനിയും പോരാട്ട രംഗത്ത് തന്നെ തുടരുക എന്നുള്ളത് തന്നെയാണോ? ഞാൻ എൻ്റെതായ രീതിയിൽ ഇപ്പം എനിക്ക് വയസ്സായി, എനിക്ക് കൂടുതൽ അധികമൊന്നും ഇപ്പം ഫൈറ്റ് ചെയ്യാനൊന്നും പറ്റുമൊന്നുമില്ല. പക്ഷെ ചില പ്രിൻസിപ്പിൾസ് പിന്നെ നിലനിർത്തിക്കൊണ്ട് എൻ്റെ ജീവിതം മുന്നോട്ട് പോകണം. പോരാട്ടം തന്നെയാണ് അവസാനം വരെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. വാക്കിലൂടെ ചെയ്യാലോ നമുക്ക്, വാക്കിലൂടെ ചെയ്യാം, പ്രവൃത്തിയിലൂടെ ചെയ്യാം. ആ രീതി തുടരണം തന്നെയാണ്. അത് ഞാൻ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അതില്ലെങ്കിൽ ഞാനില്ല, തീർന്നു.